അടുത്ത തവണ വരുമ്പോൾ അകത്തേക്ക് വരണം. സച്ചി, വനവാസം എന്നത് ഒരു ഇടവേള മാത്രമാണ്, അവസാനമല്ല. സ്ഥാനാരോഹണം വീണ്ടും നടക്കും. കാലം മൂടിവെച്ച സത്യത്തിന്റെ കഥ പൈങ്കിളി പാടാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോ ഈ ചിത്രപൗർണമി ആഘോഷം എന്റെ ജീവിതം മാറ്റിമറിക്കും എന്നാണോ? നമുക്ക് നോക്കാം. ചച്ചിക്കറിയാവോ യഥാർത്ഥത്തില് ഈ ചിത്രപൗർണമി എന്താണെന്ന്? എന്താ? ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തില് മനുഷ്യരുടെ പാപങ്ങളും പുണ്യങ്ങളും വീണ്ടും പരിശോധിക്കപ്പെടുന്ന ദിവസമാണ് ഈ ചിത്രപൗർണമി. ചന്ദ്രൻ പൂർണ്ണമായിട്ട് പ്രകാശിക്കുന്ന ദിവസം. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തില് അന്ന് നല്ലത് മാത്രമേ സംഭവിക്കൂ. സച്ചിക്കും എന്തോ നല്ലത് സംഭവിക്കാനിരിക്കുന്നുണ്ട്. അതാ സച്ചിക്ക് എന്റെ കൂടെ വരാൻ തോന്നിയത്. ആ ആശ്രമത്തിലെ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. അതെന്താ? വർഷത്തിൽ 7 ദിവസം ചിത്രപൗർണമി ഉത്സവ ദിവസങ്ങളിൽ മാത്രമാ ശിവപാർവതിമാർ ഇവിടെ ഒരുമിച്ചുള്ളതെന്ന സങ്കല്പം. ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് എന്തായാലും അത് നടന്നിരിക്കും. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. പോകാൻ തീരുമാനിച്ചപ്പോ മുതല് മനസ്സിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഉത്കണ്ഠയും ഇല്ലാതായതുപോലെ. ഉള്ളില് പ്രതീക്ഷയുടെ ഒരു പുതിയ വെളിച്ചം വീണതായി തോന്നുന്നു. ചിലപ്പോ വക്കീല് പറഞ്ഞതുപോലെ ഈ യാത്ര എന്റെ അർച്ചനയും കുഞ്ഞിനെയും കണ്ടുമുട്ടാനാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇത്രയും കാലത്തെ സച്ചിയുടെ കാത്തിരിപ്പ് അവസാനിക്കുമല്ലോ. സച്ചിക്ക് മാത്രമല്ല, ഗോകുൽ സാറിന്റെയും ഭാര്യയുടെയും ജീവിതത്തിലും പുതിയത് എന്തോ സംഭവിക്കാനിരിക്കുന്നുണ്ട്. ഗോകുൽ സാറിന്റെ ഭാര്യയ്ക്കും സുഖപ്പെടുമായിരിക്കും അല്ലേ? സച്ചി ആശ്രമത്തിലെ മരുന്നുതോട്ടം കണ്ടിട്ടില്ലല്ലോ. അവിടെ ഇല്ലാത്ത ഔഷധ ചെടികളില്ല. അതിൽ ഒറ്റമൂലികൾ തന്നെ അനവധിയുണ്ട്. ആർക്കും അറിയാത്ത പല മരുന്ന് കൂട്ടുകളും ശിവയോഗിക്ക് പാർന്നു കിട്ടിയത് ഈ ചിത്രപൗർണമി നാളില. അത് ഒരിക്കലും ഫലിക്കാതിരിക്കില്ല. ഗോകുൽ സാറിന്റെ ഭാര്യയുടെ അസുഖം എന്തായാലും മാറും. വർഷങ്ങൾക്ക് ശേഷം അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അർച്ചനയെ ഒരു മിന്നായം പോലെ കണ്ടു. കണ്ടു തീരും മുമ്പേ മാഞ്ഞു പോവുകയും ചെയ്തു. വക്കീല് പറഞ്ഞതുപോലെ ഈ യാത്രയും ഒരു നിയോഗമാണെങ്കിലോ? മോളെ, മോളെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതുവരെ റെഡിയായില്ലേ? വേഗം പോയി യൂണിഫോം ഇട്ട് വന്നേ, എന്നിട്ട് വേണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? അതെ, ഇങ്ങനെ ലേറ്റ് ആക്കല്ലേ മോളെ. വേഗം പോയി യൂണിഫോം ഇട്ട് ഒരുങ്ങി വാ. ഇല്ല, അമ്മ വന്നാലേ ഞാൻ ഒരുങ്ങും. അമ്മ വരും മോളെ. മോള് പോയി റെഡിയാവ്. ആന്റി അല്ലേ പറയുന്നേ? എനിക്കൊന്നും കേക്കണ്ട. എന്റെ അമ്മ വന്നാലേ ഞാൻ സ്കൂളിൽ പോകത്തുള്ളൂ. അല്ലാതെ നീ സ്കൂളിൽ പോകത്തില്ലേ? ഇല്ല. എങ്കിൽ പിന്നെ നീ ഇന്ന് സ്കൂളിലും പോണ്ട, ഒരിടത്തും പോണ്ട. മര്യാദയ്ക്ക് 5 മിനിറ്റിനകത്ത് യൂണിഫോം ഇട്ട് റെഡിയായി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. എല്ലാവരും പെണ്ണിനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കുവാ. വരൂ. റെഡിയല്ലേ? മനസ്സിൽ വേറെ ടെൻഷനൊന്നും ഇല്ലല്ലോ? ഇല്ല. ഈ നിമിഷം മുതൽ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. മരുന്നിനെയും പ്രാർത്ഥനകളെയും സ്വീകരിക്കാൻ മനസ്സ് തയ്യാറായിരിക്കണം. എന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടാൻ ഞാൻ എന്തിനും തയ്യാറാ. വരൂ.
അടുത്ത തവണ വരുമ്പോൾ അകത്തേക്ക് വരണം. സച്ചി, വനവാസം എന്നത് ഒരു ഇടവേള മാത്രമാണ്, അവസാനമല്ല. സ്ഥാനാരോഹണം വീണ്ടും നടക്കും. കാലം മൂടിവെച്ച സത്യത്തിന്റെ കഥ പൈങ്കിളി പാടാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എന്താ വരുന്നില്ലേ? അതോ ഞാൻ പറഞ്ഞതൊക്കെ മറന്നിട്ട് ഇത്തവണയും കാറിലിരുന്ന് വെയിറ്റ് ചെയ്യാനാണോ പരിപാടി? അല്ല, ഞാനും വരുന്നുണ്ട്. എന്റെ അർച്ചനെ തിരിച്ചു കിട്ടാൻ എനിക്കും പ്രാർത്ഥിക്കണം. വക്കീലെ, വരൂ. ഓം നമ ശിവായ. നമശിവായ. മോള് വരുന്ന വഴിയാണോ? അതെ. ആ, ശരി എന്നാ. സ്വാമിജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരേ അമൃതകലശഹസ്തായ സർവമായ വിനാശായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ.